നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതെന്താ ഇങ്ങനെ തറയിൽ കിടക്കുന്നത്? ബെഡ്ഷീറ്റ് ഒന്നുമില്ലേ? ബെഡ്ഷീറ്റ് ഞാൻ ചോദിക്കാൻ മറന്നുപോയി സാർ. ആവശ്യമുള്ളതൊക്കെ ചോദിച്ചു വാങ്ങിക്കണം. ജോലി ചെയ്തിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇവിടെയുള്ള ആളുകളും കുഴപ്പക്കാരൊന്നുമല്ല. ഇത് എന്റെ ബെഡ്റൂം ആടി. ഇവിടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. നീ ആരടി ചോദിക്കാൻ? ഇതൊക്കെ ഞാൻ ചെയ്യുന്നതേ നിന്റെ മുത്തശ്ശി പറഞ്ഞിട്ടാ. കാർത്തി എന്നെ ഉപേക്ഷിച്ച് നിന്നെ കെട്ടിയത് കൊണ്ടാ നിങ്ങളുടെ തറവാടിനീ നാശമൊക്കെ. അത് ഞാനായിട്ട് പരിഹരിച്ചു തരിക. നിർത്തി. നീ ബാക്കി കൂടി കേക്ക്. എനിക്ക് താല്പര്യമില്ലെങ്കിലും ഞാൻ കുറെ ദിവസം കാർത്തിയുടെ ഭാര്യയായി കഴിയണം. എന്നാലേ ഈ തറവാടിന് നിലനിൽപ്പുണ്ടാവും. ഞാൻ ചെയ്യുന്ന ഈ ഉപകാരത്തിന് ഈ തറവാട്ടിലുള്ളവരെല്ലാവരും എന്നോട് കടപ്പെട്ടവരാണ്. ഞാനിത് നിർത്തിയിട്ടെ എന്റെ പാട്ടിന് പോയാ നിന്റെ മുത്തശ്ശി വന്ന് എന്റെ കാല് പിടിക്കും. കാണണോ നിനക്കത്? കാണണോടി? ഇത് നിന്നോട് എനിക്കുള്ള പ്രതികാരമാ. അതിനുള്ള കണക്ക് വീട്ടുക ഞാൻ. എനിക്കറിയാടി എന്ത് വേണോന്ന്. നിന്നെ ഞാനത് കാണിച്ചു തരാം. കാർത്തിട്ട, എന്താ മീനാക്ഷി? അതെ, ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കണം. ഞാൻ വന്ന് പറഞ്ഞിട്ടേ ബെഡ്റൂമിലേക്ക് പോവാവൂ. അതെന്താ മീനാക്ഷി? ആ ബെഡ്റൂമിൽ വെച്ച് കാർത്തിയേട്ടൻ ചിലരോട് പോലീസ് മുറിയിൽ വയലന്റ് ആവാതിരിക്കാൻ ഒരു കാര്യമുണ്ട്. ആ, അത് സസ്പെൻസ്. പിറകെ പറയാം. എന്താ ഈ മീനാക്ഷി ഒപ്പിക്കാൻ പോകുന്നത്? ഏയ്, ഇതെന്താ ഇങ്ങനെ തറയിൽ കിടക്കുന്നത്? ബെഡ്ഷീറ്റ് ഒന്നുമില്ലേ? ബെഡ്ഷീറ്റ് ഞാൻ ചോദിക്കാൻ മറന്നുപോയി സാർ. ആവശ്യമുള്ളതൊക്കെ ചോദിച്ചു വാങ്ങിക്കണം. ജോലി ചെയ്തിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇവിടെയുള്ള ആളുകളും കുഴപ്പക്കാരൊന്നുമല്ല. ശരി, ഞാനിപ്പോ വരാം. കാർത്തിയേട്ടാ, എന്നെ കാത്തുനിന്ന് മുഷിഞ്ഞോ? നിന്നെ കാണാത്തതിലുള്ള മുഷിപ്പേ ഉള്ളൂ. ആ മൈഥിലി ബെഡ്റൂമില് കടപ്പുറത്തേക്ക് വന്ന ഇംഗ്ലണ്ടുകാരി മദാമയെ പോലെ ഇരിക്കുക. ആ വേഷം കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? എനിക്ക് ആ യൂസ്ലെസിനെ കാണുക വേണ്ട. ദൈവമേ, ഇതിലും ഭേദം എന്നെ അങ്ങ് കൊല്ലുകയായിരുന്നു. കൊല്ലുകയും മരിക്കുക ഒന്നും വേണ്ട. അവളെ കാണാതിരുന്നാ പോരെ. ആ മുറിയിൽ പോവാതിരിക്കാൻ എങ്ങനെ പറ്റും മീനാക്ഷി? മുത്തശ്ശിയുടെ വാർണിംഗ് അല്ലേ? മുറിയിൽ പോകാനും നമ്മുടെ കുഞ്ഞിനോടൊപ്പം കിടക്കാനും അവളെ കാണാതെ ഇരിക്കാനുള്ള ഒരു സൊല്യൂഷൻ ഞാൻ ചെയ്തു തന്നാ പോരെ. എന്ത് സൊല്യൂഷൻ? ദാ ഇത് കണ്ടോ? ഇതെന്താ? ഇത് കണ്ണിൽ കെട്ടിക്കിടന്ന് ഉറങ്ങിയാ മതി. നേരം വെളുക്കോളം ആ നാശത്തിനെ കാണാതിരിക്കാൻ പറ്റും. ഓ, അത് കൊള്ളാം. കെട്ടിക്കോ കെട്ടിക്കോ. എന്നിട്ടേ
മീനാക്ഷി തന്നെ എന്നെ ആ മുറി കൊണ്ടുവന്ന് ആക്കണം. ഇല്ലെങ്കിൽ ഞാൻ തട്ടി വീഴും. അതൊക്കെ ഞാൻ കൊണ്ടുവന്ന് ആക്കാം. ഇതങ്ങ് വിരിച്ചു കിടന്നോളൂ. അയ്യോ സാർ, ഇതൊന്നും വേണ്ടായിരുന്നു. സാറ് വെറുതെ ബുദ്ധിമുട്ടി. ആ, എന്താ നിങ്ങളുടെ പേര്? മായമ്മ. മായമ്മേ, ഇത് ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയുടെയും ജനാർദ്ദന കൈമളുടെയും വീടാ. ഇവിടെ ആരോടും ഒരു വേർതിരിവും കാണിക്കില്ല. ഇവിടെ ഞങ്ങളെ സഹായിച്ച് ജീവിക്കുന്നവരെല്ലാം ഞങ്ങളുടെ സഹോദരികളും സഹോദരന്മാരുമാ. ഇതെന്താ പാതിരാത്രി ജയറാമും അടുക്കളക്കാരും തമ്മിൽ ഇടപാട്? ഇവിടെ താമസിക്കുന്ന കാലത്തോളം എന്ത് സഹായവും മായമ്മയ്ക്ക് ഞങ്ങളോട് ചോദിക്കാം. അതിനൊന്നും ഒരു മടിയും കാണിക്കണ്ട കേട്ടോ. എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. സഹായം ചോദിക്കണമെന്ന് പറയുന്നു. പാതിരാത്രി സഹായം എന്ന് ഉദ്ദേശിച്ചെന്താ? ആഹാ, ജയറാമേട്ടൻ എന്താ ഈ സമയത്ത് നിനക്ക് കൊണ്ടു തന്നത്? ഞാൻ തണുത്ത് വിറച്ച് കിടക്കുന്ന കണ്ടിട്ട് സാർ എനിക്ക് ബെഡ്ഷീറ്റും തലേനും കൊണ്ടു തന്നതാ. നിനക്ക് ഞങ്ങളോട് ആരോടെങ്കിലും ചോദിച്ചൂടായിരുന്നോ? ഞാനത് ചോദിക്കാൻ മറന്നുപോയി. എന്താ മീനാക്ഷി, പെയിന്റ് നോക്കിയിട്ട് എന്താ ആലോചിക്കുന്നത്? ഞാൻ നമ്മുടെ വീട് പെയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ തന്നെ ഏട്ടൻ ബർഗർ വെതർകോട്ട് ലോങ് ലൈഫ് വാങ്ങിക്കൊണ്ട് വന്നത് ഓർക്കായിരുന്നു. ഏട്ടാ, ഇനി ഇത് പെയിന്റ് ചെയ്യാൻ പെട്ടെന്ന് ആരെയെങ്കിലും വിളിക്കണം. എന്റെ മീനാക്ഷി ആവശ്യപ്പെട്ട ഞാൻ എപ്പോഴും ഏറ്റവും നല്ലതല്ലേ കൊണ്ടുവന്നിട്ടുള്ളത്. കുട്ടിമാളു എന്റെ ജീവിതത്തിന് നിറം നൽകിയതുപോലെ ബർജർ വെതർകോട്ട് ലോങ് ലൈഫ് ഈ വീടിന് നിറം നൽകും. കനത്ത മഴയുള്ള പ്രദേശങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത PU സിലിക്കൺ ടെക്നോളജിയുള്ള ഒരു ആഡംബര എക്സ്റ്റീരിയർ എമൽഷനായത്. മഴ, പൊടി, ഫംഗസ് എന്നിവയ്ക്കെതിരെ ഇത് മികച്ച സംരക്ഷണം നൽകും. നിറം മങ്ങില്ല. ഇതിൽ PU ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് അത് വീടിന് ശക്തിയും ശാശ്വതമായി തിളക്കവും നൽകും. എന്റെ മീനാക്ഷിയെ പോലെ നമ്മുടെ വീടും തിളങ്ങും. ഏട്ടൻ കൊള്ളാലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.